കോൺഗ്രസിന് വീണ്ടും തലവേദന സൃഷ്ടിച്ച് ശശി തരൂർ. അടിയന്തരാവസ്ഥയുടെ പേരിൽ നെഹ്റു കുടുംബത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പ്രൊജക്ട് സിൻഡിക്കേറ്റിൽ തരൂർ എഴുതിയ ലേഖനമാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. അന്യായ തടവുകളും തടങ്കൽ പീഡനങ്ങളും കൊലപാതകങ്ങളും അടക്കം മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും അമിത അധികാര പ്രയോഗത്തിന്റെയും കാലമായിരുന്നു ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ. ജനാധിപത്യ റിപ്പബ്ലിക്കിലെ അരാജകത്വത്തിന്റെ ആ കാലത്തിന് രാജ്യം കൊടുത്ത വില ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ആത്മാവ് തന്നെയായിരുന്നുവെന്ന് ശശി തരൂർ വിമർശിച്ചു. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേരുന്ന വിവരങ്ങൾ നൽകാൻ. ശ്രീജിത്ത്, കോൺഗ്രസിന് തുടർച്ചയായി തലവേദനകൾ സൃഷ്ടിക്കുകയാണ് ശശി തരൂർ. ഈ ലേഖനത്തിൽ എന്താണ് തരൂർ പറഞ്ഞു വയ്ക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കാം. അടിയന്തരാവസ്ഥയുടെ പാഠം ഉൾക്കൊണ്ട് എന്ന തലക്കെട്ടിൽ പ്രൊജക്ട് സിൻഡിക്കേറ്റ് എന്ന ഓൺലൈൻ മാധ്യമത്തിലും മലയാളം ദിനപത്രത്തിലും എഴുതിയ ലേഖനത്തിലാണ് ശശി തരൂർ അതിരൂക്ഷമായ ഭാഷയിൽ ഇന്ദിരാഗാന്ധിയെയും അടിയന്തരാവസ്ഥയെയും വിമർശിക്കുന്നത്. ഒരുപക്ഷെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ ശശി തരൂർ ഇന്ന് വരെ കോൺഗ്രസിനെ വിമർശിച്ചിട്ടുണ്ടാകില്ല എന്ന് വേണം കരുതാൻ. അതിനപ്പുറത്തേക്ക് കടന്നു ചിന്തിച്ചാൽ ഇരുണ്ട കാലം, ഹീനം, ഭയാനകം എന്നുള്ള വാക്കുകളെല്ലാം അത്രയും രൂക്ഷമായ കടുത്ത വാക്കുകളാണ് ഇന്ദിരാഗാന്ധിയെയും അടിയന്തരാവസ്ഥയെയും വിമർശിക്കാൻ തരൂർ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് വളരെ ശ്രദ്ധേയമാണ്. അടിയന്തരാവസ്ഥയെ വിമർശിക്കുന്നതിനൊപ്പം ഇന്ദിരാഗാന്ധിയെയും മകൻ സഞ്ജയ് ഗാന്ധിയെയും വിമർശിക്കാൻ ശശി തരൂർ തയ്യാറായി എന്നുള്ളതും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ്. 21 മാസക്കാലം നീണ്ട അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങളെയും ഭരണഘടനാ മൂല്യങ്ങളെയും ഇല്ലാതാക്കിയെന്ന് തരൂർ വിമർശിക്കുന്നു. ഒപ്പം എല്ലാ മാധ്യമങ്ങളുടെയും വായ മൂടിക്കെട്ടാൻ ഇന്ദിരാഗാന്ധിയും അടിയന്തരാവസ്ഥ കാലവും ശ്രമിച്ചു. പൗരാവകാശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കി. ഇന്ത്യയിൽ ഒരു സുസ്ഥിരമായ ഭരണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ആ സുസ്ഥിരമായ ഭരണത്തിന് വേണ്ടി പ്രജകളെ, ജനങ്ങളെ അടിച്ചമർത്താൻ തയ്യാറാകുന്ന ഭരണാധികാരി എന്ന രൂപത്തിലാണ് ഇന്ദിരാഗാന്ധിയെ ശശി തരൂർ വിശേഷിപ്പിക്കുന്നത്. അതിനുശേഷം ഏതാണ്ട് 1977 അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ജനം അതിന് മറുപടി നൽകുന്നു എന്നും കൂടി പറയുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു കാലത്തും സഹിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള വിമർശനമാണ് തരൂരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി അക്രമ വഴിയെ നിർബന്ധിത വന്ധ്യംകരണം നടപ്പാക്കി എന്ന് ശശി തരൂർ പറയുമ്പോൾ അത് ഇക്കാലം വരെ കോൺഗ്രസിന് എല്ലാ കാലവും കോൺഗ്രസ് പ്രതിരോധിച്ചിരുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ആരോപണം കൂടിയാണ് ശശി തരൂർ കോൺഗ്രസിന് നേരെ, കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയും തുറന്നിടുന്നത് എന്ന് ശ്രദ്ധേയമാണ്. ചേരികൾ പൊളിച്ച് ആയിരങ്ങളെ വീടില്ലാത്തവരാക്കി എന്നുള്ള ശശി തരൂരിൻ്റെ ഈ വാക്കുകൾ ഡൽഹിയിലടക്കം ഉത്തരേന്ത്യയിലടക്കം വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ആത്മാവിനെ ആ കാലം ബലി കഴിച്ചു എന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസിനെയും മാത്രമല്ല എല്ലാ അർത്ഥത്തിലും ശശി തരൂർ വിമർശിക്കുന്നത് കോൺഗ്രസിൻ്റെ ആത്മാവിനെ കൂടിയാണ് എന്ന് വേണം കാരണം ഇന്ദിരാഗാന്ധിയാണ് ഇപ്പോഴുള്ള കോൺഗ്രസിൻ്റെ എല്ലാം എന്ന് കോൺഗ്രസ്സുകാർ തന്നെ വിശ്വസിക്കുന്ന കാലത്താണ് ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ വലിയ വിമർശനം ഉണ്ടാകുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്ന് 1975 ഇന്ത്യയല്ല ഇപ്പോഴുള്ളത്. ഇന്ത്യ ഇപ്പോൾ ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പടി കൂടി കടന്ന് ഒരുപക്ഷെ നരേന്ദ്രമോദിയെ പരോക്ഷമായെങ്കിലും പിന്തുണയ്ക്കാൻ തരൂർ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം കൂടി ഇപ്പോൾ തരൂരിനെതിരെ ഉന്നയിക്കാൻ കോൺഗ്രസിന് കഴിയും.